ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാതെ ഒരു പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടൊരു പിക്കിൾസാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഒരുപാട് കാലം കേടുകൂടാതെ തന്നെ ഈ ഒരു പിക്കിൾസ് തയ്യാറാക്കിയിട്ടെടുക്കാം. ഈ ഒരു പിക്കിൾസ് കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പച്ചമാങ്ങ അച്ചാറൊക്കെ കഴിക്കുന്നില്ലേ, അതേ രുചിയിലാണ് ഈ ഒരു അച്ചാറും തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കിക്കളയാം. അപ്പം ഞാനിത് ഗ്രീൻ ആപ്പിൾ നല്ല തിളച്ച എണ്ണയിൽ ഇട്ട് നോക്കിയാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആപ്പിൾ അച്ചാർ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുക ഈ ഒരു ആപ്പിൾ അച്ചാർ കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ പച്ചമാങ്ങയുടെ അച്ചാറൊക്കെ തയ്യാറാക്കിയിട്ടെടുക്കുന്നില്ല, അതൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ ഗ്രീൻ ആപ്പിൾ ഞങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് കാലം കേടുകൂടാതെ തന്നെ സൂക്ഷിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പിൾ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിപ്പം 2 ആപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആപ്പിൾ വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 3 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്, പക്ഷേ 2 ആപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കനം കുറച്ചിട്ട് തന്നെ ആപ്പിൾ കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ കുരുയില്ലേ, അതൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് വേണം ആപ്പിളൊന്ന് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിപ്പോൾ 2 ആപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഇതാ ഒരു ആപ്പിൾ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2ാമത്തെ ആപ്പിളും അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഞങ്ങൾ ബിരിയാണിക്കൊക്കെ ഈ ഒരു മാങ്ങാച്ചാർ പോലെ തന്നെ ഉണ്ട് ഈ ഒരു ആപ്പിളിൻ്റെ അച്ചാർ കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റ് ഉണ്ട്. ബിരിയാണിക്ക് ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻ്റെ ബിരിയാണി ഞങ്ങൾക്ക് കഴിക്കാം. നല്ല എന്താ പറയുക, ആസ്വദിച്ചിട്ട് കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ് ഈ ഒരു ആപ്പിൾ അച്ചാറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഞങ്ങൾ സാധാരണ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നില്ല, അതേ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ആപ്പിൾ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൊടിയുപ്പുള്ളതാണ് ഞാൻ ചേർക്കുക. ഞാനിപ്പോൾ ഇത് 2 ടീസ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പിളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരേണ്ടിയിട്ടാണ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോഴേക്കും ഇതിനുള്ള മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാമല്ലോ. ഇനി ഇത് അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക, അലൂമിനിയം പാത്രം ഒഴിവാക്കുക. അപ്പോൾ പാത്രം നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂണോളം കടുകും, അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള എണ്ണ സൺഫ്ലവർ ഓയിലാണ്, അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം, വെളിച്ചെണ്ണ ഒഴിവാക്കാം. എന്താ വെച്ചാൽ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാറിപ്പോവില്ല. പിന്നെ ഇതിലേക്ക് 25 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും, അതുപോലെ തന്നെ 2 ഇഞ്ചിൻ്റെ നീളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി അതും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ ഏകദേശം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ട് ആവുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ മുളക് പൊടിയില്ല മസാലപ്പൊടികൾക്ക് ചേർത്തില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിതാ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്താണ് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ആപ്പിൾ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മുളക് മസാലകളൊക്കെ ഈ ഒരു ആപ്പിളിലൊന്ന് യോജിച്ച് വരുന്നത് വരെ എന്താ പറയുക ഒന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിട്ട് 1 ടീസ്പൂണോളം ഉപ്പ് കൂടി ഇതിലേക്ക് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിൽ കാണുന്നില്ല, എന്ത് സ്കിപ്പായിപ്പോൾ ഇതെന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് നന്നായി മൂപ്പിച്ചെടുത്തില്ലേ. അതിനുശേഷം ഇതിലേക്ക് ഞാനിതൊരു 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ഞങ്ങൾക്ക് ഒരുപാട് ലൂസ് വേണ്ടല്ലോ. മാങ്ങാച്ചാറൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണല്ലോ ഈ ഒരു ആപ്പിൾ അച്ചാറും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. അങ്ങനെ ഇത് വിനീഗറൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. വിനീഗർ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്പിൾ സോഫ്റ്റ് ആയിപ്പോൾ ഈ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെയാണ് ഈ ഒരു അച്ചാർ കുക്കാക്കിയിട്ട് എടുക്കേണ്ടത്. ആപ്പിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് എന്താ പറയുക സോഫ്റ്റ് ആയിപ്പോവും. അത്ര സോഫ്റ്റ് ആയിട്ട് എടുക്കേണ്ട. അങ്ങനെ ഇതാ സ്വാദിഷ്ടമായ നിങ്ങളുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് ഈ ഒരു സമയത്ത് കണ്ടില്ലേ, നല്ലൊരു കട്ടിക്കനെ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തണിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഏറ്റവും നല്ലത്. ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.